ഇന്ന് രാവിലെ മുതലുള്ള ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും വിൻസി, ഷൈൻ ടോം ചാക്കോ ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂയുടെ അപ്ഡേറ്റ് ഏത് രീതിയിൽ ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ലടേ, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പലർക്കെതിരെ ഭയങ്കരമായ അലിഗേഷൻസ് ഉണ്ട്. പേര് പറഞ്ഞും പറയാതെയുമായിട്ട് കുറേ ഇൻസിഡൻസ് ഉടനെ നറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും പ്രത്യേകിച്ചൊന്നും നടക്കുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷനാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. വിൻസി തന്നെ പറയുന്നു, എനിക്ക് സിനിമ നടൻ്റെയോ സിനിമയുടെയോ പേര് പുറത്തു വരണം എന്ന് ഒരു താല്പര്യവും ഇല്ല എന്ന് വിൻസി റിപ്പീറ്റഡ്ലി പറയുന്നു. എന്താണെങ്കിലും കുറേ അധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അൻസിബ കയറിയിട്ടുണ്ട്, മാലാപാർവതി കയറിയിട്ടുണ്ട്, ഷൈൻ ടോം ചാക്കോൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്, പിന്നെ സജി നന്ദിയാട്ട്. അങ്ങനെ കുറേ പേരുടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂടെ അകത്ത് രാവിലെ മുതൽ ഇപ്പോൾ രാത്രി വരെ നടന്ന കാര്യങ്ങൾ നോക്കും. ആൻഡ് ഓബിയസ്ലി ശ്രീനാഥ് വാസി. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പരാതി പിൻവലിക്കും എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് വിൻസി പോകും എന്നാണ് അറിഞ്ഞത്. അത് വേറെ ഒന്നുമല്ല, ഈ ചേംബറിലും AMMAയിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലും അവർ എവിടെയൊക്കെയാണോ കംപ്ലൈൻറ്റ് കൊടുത്തത് അതിനോടുള്ളൊരു വിശ്വാസ്യത അവർക്ക് പോയി. കാരണം അവരുടെ കംപ്ലൈൻറ്റിലൊക്കെ നടൻ്റെ പേരോ സിനിമയുടെ പേരോ പുറത്ത് വരരുത് എന്നുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ പുറത്ത് വന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഇവരൊക്കെ ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യും, ഒരു ബാക്ക് സ്റ്റാബ് ചെയ്യും, ആരെ വിശ്വസിക്കണം എന്നുള്ള ഡൗട്ടൊക്കെ അവർക്ക് വന്നതുകൊണ്ട് അവരുടെ സ്റ്റാൻഡ് അതാണ്. ഓക്കെ, ഇനി നമ്മൾ കാര്യമായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്, ഇവിടെ ഷൈൻ ടോം ചാക്കോൻ്റെ സ്റ്റോറി ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. നല്ല കോമഡി ആയിട്ട് ആൾ സ്റ്റോറി ഇടുന്നുണ്ട്. വരിക്ക് സൂത്രവാക്യത്തിൻ്റെ പ്രൊമോഷൻ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. കുറേ പേരുടെ ഡൗട്ടുണ്ട് ഇത് സൂത്രവാക്യത്തിൻ്റെ പ്രൊമോഷനാണോ എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു കമൻറ്റ്, ഓക്കെ, ദിസ് കമൻറ്റ് കംസ് ഫ്രം ദി പ്രൊഡ്യൂസർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മൂവി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അവർ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഈസ് ഡിഫറെൻറ്റ്, അ പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്, അയാളുടെ പേഴ്സണൽ ലൈഫ് ഡിഫറെൻ്റ് ആണ്. സോ ആ പേഴ്സണായിട്ട് തന്നെ കാണുക, അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ അയാൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് കാണുക. നിങ്ങളിതിലേക്ക് ആ സിനിമയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്ത് ഇതാക്കരുത്. നാട്ടുകാർ ദയവ് ചെയ്തിട്ട് എന്താണെങ്കിലും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നവരുണ്ട്. കാരണം സിനിമ റിലീസാകാൻ പോവുകയാണ്, അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രൊമോഷൻസ് നടത്തിയേ പറ്റൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ പ്രൊമോഷൻ മെറ്റീരിയൽസും കൂടി വരുമ്പോൾ അത് ഈ പെർട്ടിക്കുലർ സിനിമ നടൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാം. കാരണം ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റൊക്കെ കണ്ടു. ഓക്കെ, വിൻസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഒക്കെ ഈ സിനിമയുടെ പോസ്റ്റ് കൊളാബറേഷൻസൊക്കെ ഇടുന്നുണ്ട്. ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു, അപ്പുറത്ത് കൊളാബറേഷനും പോകുന്നുണ്ട്. സോ അവർ പറയുന്നത്, സിനിമ ടീമും വിൻസിയൊക്കെ പറയുന്നത് ഇതൊരു പ്രൊമോഷൻ ഗിമിക്കല്ല എന്നാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഡൗട്ട് ചെയ്യും. കാരണം പല കാര്യങ്ങളായിട്ട് ഇവിടെ ഹെവി പ്രൊമോഷൻ ഗിമിക്സ് നടക്കുന്നൊരു നാടാണിത്. സോ ഡൗട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും വിൻസി പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്. അവരവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയതിൽ വളരെയധികം സന്തോഷമൊക്കെ ഉള്ളപ്പോഴും സംശയത്തിൻ്റെ എലമെൻറ്റ് ഓഫ് ഡൗട്ട് അവിടെ തന്നെ കിടക്കും. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. തമാശകളും വെല്ലുവിളികളൊക്കെ ആയിട്ട് ഷൈൻ ടോം ചാക്കോ സ്റ്റോറിയിലൂടെ വേറൊരു വഴിക്കും വിടുന്നുണ്ട്. ഇതിനിടയിൽ ഈ പറഞ്ഞ കുറേ അനിയനും അൻസിബയ്ക്കായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടും പോയി. ഇനി ആദ്യം വിൻസി കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് IC എന്ന് പറയുമ്പോൾ സിനിമയ്ക്കകത്ത് തന്നെ ഇതേപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞ IC രൂപീകരിച്ചിട്ടുണ്ട്. സോ ഈ സിനിമയ്ക്കും ഈ പർട്ടിക്കുലർ മൂവിക്കും IC ഉണ്ടായിരുന്നു, സൂത്രവാക്യം. അപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അവർ ICയെ ധരിപ്പിച്ചു. അപ്പോൾ അതൊരു എന്താ പറയുക, സിനിമയാണ്, ഒരുപാട് പേരുടെ എഫേർട്ടാണ്. സോ പ്രശ്നങ്ങളുണ്ടായി, അതിൽ തക്കതായ താക്കീതുമാണെങ്കിൽ കൊടുത്ത് ആ സിനിമയുടെ ഡയറക്ടറും ബാക്കിയുള്ളവരും ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊടുത്തു. അങ്ങനെ IC ഇടപെട്ട് അതിലൊരു തീരുമാനം അന്നാക്കിയിരുന്നു. പിന്നെ ഇവരുടെ ഒരു കാരണം കൊണ്ട് സിനിമ മുടങ്ങണ്ട എന്നുള്ളത് കൊണ്ടും ആ സിനിമയിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അവരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പോയതുകൊണ്ടും അവർ ICയിൽ കൊടുത്ത കംപ്ലൈൻറ്റിൽ ആകെ ഉണ്ടായൊരു നടപടി അന്ന് താക്കീത് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതെവിടുന്ന് ചോർന്നു ഈ പേര്, എങ്ങനെ ഇത് പത്രമാധ്യമങ്ങൾക്ക് കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ വേണമല്ലോ. വിൻസി തന്നെ ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുന്നതിന് ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഞാൻ ആക്ച്വലി ഇപ്പം ഓടിയതും ചാടിയതും ആരാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ പേര് പുറത്തു വന്നെന്ന് പറയണേ, എങ്ങനെയാണ് പുറത്തു വന്നതെന്നൊന്ന് വ്യക്തമാക്കാമോ?
ഫിലിം ചേംബറിൽ നിന്നാണ് നമുക്ക് ആ വിവരം കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫിലിം ചേംബർ. ഞാൻ പറയുകയാണ്, ഇവരാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ പേരോ ഈ സിനിമയുടെ പേരോ പുറത്ത് പറയില്ല എന്ന് വ്യക്തമായ നിലപാടിൽ ഉറച്ചു നിന്നൊരു ടീമാണ് ഈ ഫിലിം ചേംബറിലെ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ആൾ. ആൻഡ് ആ സാറിന്റെ വായനാണോ ഇത് വന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട 3-4 പേർ നിരന്തരം വിൻസിയുമായി ധൈര്യമൊക്കെ പകർന്ന ശേഷമാണ് വിൻസി പേര് പറയാൻ തയ്യാറായത്. വിൻസി ഈ സിനിമയെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഈ കൊടുത്ത പരാതിക്ക് അതെ ഡെഫിനറ്റ്ലി ഞാൻ അത്രയും ഒരു 100 വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തിയുടെ പേര്, ഇദ്ദേഹത്തിന്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത്. എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം? ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത്. ആ പരാതിക്കാരിയുടെ ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരുടെ അല്ലെങ്കിൽ സിനിമാക്കാരുടെയോ ഒരു വിവരവും പുറത്തു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു ഫിലിം ചേംബറിന്റെ, മലയാള സിനിമയുടെ ഫിലിം ചേംബറിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആള് നമ്മളെ കബളിപ്പിച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് വ്യക്തമായി ഞാൻ തുറന്നടിച്ച് പറയുന്നു. ഞാൻ വ്യക്തമായി പറയുന്നു, പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. പെർട്ടിക്കുലർലി ടു ദാറ്റ് ഫിലിം ചേംബറിന് ഞാൻ സമർപ്പിച്ചിട്ടുള്ള പരാതി അയാൾ പറഞ്ഞ് ബാക്കി 2 സംഘടനകൾക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനും അതുപോലെ തന്നെ അമ്മയ്ക്കും. ദി സ്പെസിഫിക് IC മോണിറ്ററിങ്ങിന് അയച്ചിട്ടുള്ള പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഐ എം ഡെഫിനറ്റ്ലി സേയിങ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും വിൻസിക്ക് ഭയങ്കരമായിട്ടുള്ള അവിടെ ഒരു എന്താ പറയുക ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, വിൻസിൻ്റെ ഈ ഇഷ്യൂ അറിഞ്ഞ ഉടനെ തന്നെ ഫിലിം ചേംബറിൻ്റെ ഭാഗത്ത് നിന്ന് സജി നന്ദിയാട്ട് റിപ്പീറ്റഡ്ലി വിൻസിയെ വിളിച്ചു എന്നും ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞു എന്ന് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതിനെ തുടർന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്തു എന്നുള്ളതൊക്കെയാണ് വിൻസി പറയുന്നത്. പിന്നെ ആ ട്രസ്റ്റ് കൂടി. ഓക്കെ, അപ്പം വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വിൻസി ഓൾറെഡി ICയിൽ കംപ്ലൈൻറ്റ് ചെയ്തു. ICയിൽ കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം അന്ന് ആ സിനിമ തീരട്ടെ എന്നുള്ളൊരു മൂഡിൽ നിന്നു. ആ സിനിമ തീർത്തു. വീണ്ടും ഒരു ലഹരിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ വന്ന സമയത്ത് ഇനി ഞാൻ ഇതേപോലുള്ള ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആൻഡ് അഗെയിൻ വിൻസി ഒറ്റയ്ക്ക് ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ഇടുന്നു. അതിലും നടൻ്റെയോ സിനിമയുടെയോ പേര് പറയുന്നില്ല. വീണ്ടും ഇതേപോലൊരു എന്താ പറയുക, ഇതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയ സമയത്ത് കുറേ അസോസിയേഷൻ്റെ ആൾക്കാരും ഈ പറഞ്ഞ ചേംബറിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പുഷ് ചെയ്യുമ്പോൾ അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെന്ത് നടപടി? ഷൈൻ ടോം ചാക്കോക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അയാൾ നന്നാവും എന്ന് വിചാരിച്ചിട്ട് മേ ബി കൊടുത്തതാവാൻ ചാൻസ് ഉണ്ടോ? ഷൈൻ ടോം ചാക്കോൻ്റെ കേസിൽ അങ്ങനെ നന്നാവണം എന്നാണെന്നുണ്ടെങ്കിൽ അയാൾ എന്നോ നന്നാവേണ്ട ഒരാളാണ്. കാരണം അയാളുടെ പേരിലുള്ള കേസുകളുടെ ഒരു ഫ്രീക്വൻസി നമുക്കറിയുന്നത് പോലെ തന്നെ വിൻസിക്കും അറിയുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ കേസ് കൊടുത്തതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാനാണ്, നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്നുള്ള മൂഡിലാണ്. ഐ ഡോണ്ട് തിങ്ക് സോ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെയൊക്കെ കേസ് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ചേംബറിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിലോ AMMയിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തുകൊണ്ട് നാളെ ഇയാളെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണോ? അല്ല. ബട്ട് കംപ്ലയിൻറ്റ് അവിടെയാണ് വിൻസി കൊടുത്തത്. എന്തുകൊണ്ട് വിൻസി പ്രോപ്പർ ചാനലിൽ അതൊരു പോലീസ് കേസ് കൊടുത്തില്ല? അതിന് ചിലപ്പോൾ വിൻസിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. വിൻസിക്ക് ഇപ്പോൾ ഇയാളുടെ പേര് എത്രയോ കേസുകളില്ലേ, പോലീസുകാർക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളല്ലേ, എന്നിട്ടും ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഈ പ്രമുഖ നടൻ വീണ്ടും സിനിമകളിൽ തന്നെ അഭിനയിച്ച് പബ്ലിക്കിൽ അപ്പിയർ ചെയ്ത് ഇത്രയൊക്കെ കേസുകളും കാര്യങ്ങളൊക്കെ ഇയാളുടെ പേരിലുണ്ടായിട്ടും ഇയാളുടെ പേരിലുള്ള ഒരു കേസ് തന്നെ പോലീസുകാരെല്ലാവരും കൂടി അടപടലം വലിപ്പിച്ച് കളഞ്ഞില്ലേ എന്നുള്ളൊക്കെ ചോദ്യമൊക്കെ ഉള്ളതുകൊണ്ട് വിൻസിക്ക് ആ ഒരു നിയമത്തിലുള്ള വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അങ്ങനെയായിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് സിനിമയിൽ ഉള്ള ഈ പറഞ്ഞ ചേംബറിലും ബാക്കി അസോസിയേഷനിലും കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല എന്ന് വിൻസിക്ക് അറിയാം. സോ അവിടെ മേ ബി അതൊരു പ്രൊസീജിയർ ആയതുകൊണ്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ ഇവർ വിളിച്ചു അതുകൊണ്ട് കൊടുത്തതായിരിക്കണം. എന്താണെങ്കിലും സജി നന്ദിയാട്ട് ഓക്കെ. അപ്പം എന്താണെങ്കിലും വിൻസി അത്യാവശ്യം ഈ പറഞ്ഞ കേസ് പിൻവലിക്കാൻ റെഡിയാണെന്ന് പറയാനുണ്ടായ ഒരു കാരണം ഫിലിം ചേംബറിൽ നിന്ന് ഈ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും ചോർന്നു എന്നുള്ളതാണ്. സോ സജി നന്ദിയായിട്ട് ഇന്ന് ഫസ്റ്റ് പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ അടിച്ച വർത്താനം ഡയലോഗ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇന്നലെ വിൻസിയുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ഇന്നലെ വിൻസിയെ വിളിച്ചു. ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള റാണി, അതോടൊപ്പം തന്നെ WCCയിലെ ഞങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിൻസിയെ വിളിച്ചു. ഞാൻ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ഗ്രൂപ്പ് കോളിൽ വന്നു. വിൻസിക്ക് പരാതി പറയാൻ പേടിയായിരുന്നു, സത്യസന്ധമായി പറഞ്ഞാൽ.
പക്ഷേ വിൻസിയോട് ഞങ്ങൾ പറഞ്ഞു പരാതി നൽകണം, നൽകിയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിൻസി പറഞ്ഞു IC-യിലുള്ള 3 പേര് 5 പേരിൽ 3 സ്ത്രീകളായിരുന്നു. അവരും ഡയറക്ടർ ഉൾപ്പെടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവരും വിൻസിയുടെ ഈ പ്രശ്നം സഹകരിക്കുകയും ഡയറക്ടർ ഈ നടനോട് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വിൻസി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് വിൻസി ഈ കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് വിൻസിയുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വിൻസി അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇത് അറിയുന്നത്. അങ്ങനെ വിൻസിയോട് ഇന്നലെ ഞാനൊരു 9 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. IC-യെക്കുറിച്ച് വിൻസിക്ക് ഒരു പരാതിയില്ല. IC കൂടെ നിന്നു, അതിൻ്റെ ക്രൂ എല്ലാം കൂടെ നിന്നു. അങ്ങനെയാണ് ഈ പരാതി ഇന്നലെ ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ലഭിക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ട് അമ്മയിൽ നിന്നും FFK നിന്നും വിൻസിയെ വിളിച്ചു. അവർ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുക്കും. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇത് ഇവരെന്നെ പുഷ് ചെയ്തതാണ്. ഫിലിം ചേംബറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ സജി നന്ദിയാട്ടും ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് പുഷ് ചെയ്തൊരു കാര്യം എന്നുള്ളത് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ പേര് പുറത്ത് വന്നതിൽ വിൻസിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യവും അമർഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം എഗെയിൻ സജി നന്ദിയാട്ട് ഇപ്പം രാത്രി ഏഷ്യാനെറ്റ് ന്യൂസിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഇവരല്ല പുറത്ത് വിട്ടത്, ഞങ്ങളാരും പുറത്ത് വിട്ടില്ല, ഫിലിം ചേംബറല്ല പുറത്ത് വിട്ടത്, പുറത്ത് വിട്ടത് എവിടുന്നാന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ കംപ്ലയിൻറ്റ്, ഫിലിം ചേംബറിൽ കംപ്ലയിൻറ്റ് തരുന്നതിന് മുമ്പ് AMMA അസോസിയേഷനിൽ ഒരു കംപ്ലയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു മെയിലായിട്ട്. അപ്പോൾ അത് നമ്മളല്ല ചെയ്തത്. ഓക്കെ, അത് അപ്പം തന്നെ ഹൈദർബൈയുടെ ചാനലിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് കാരണമായിരിക്കാം ചിലപ്പോൾ എന്നുള്ള രീതിയിലൊരു സംഗതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഫിലിം ചേംബർ അല്ല, ചിലപ്പോൾ മേ ബി AMMAയിലാണല്ലോ ഈ സാധനം വന്നത്. എന്നാൽ രാവിലെ കൊടുത്തതിൽ ഫിലിം ചേംബറിൽ വന്ന പരാതിയെ തുടർന്നിട്ട് പിന്നെ അത് AMMAയും ബാക്കിയുള്ളവരും ഏറ്റെടുത്തു എന്നുള്ള രീതിയിലാണ് രാവിലെ ഇങ്ങനെ സംസാരിക്കുന്നത്. ആൻഡ് ഹൈദർബൈയുടെ ചാനലിൽ വന്ന സാധനം ഞാൻ എടുത്ത് കണ്ടു. അതിൽ ഈ പറഞ്ഞ AMMA എന്ന് പറഞ്ഞ അസോസിയേഷൻ പുറത്തുവിട്ടുള്ളത് മയക്കുമരുന്ന് വിഷയത്തിൽ അമ്മയുടെ നിലപാട് എന്ന് പറഞ്ഞുള്ളൊരു കാര്യമാണ്. അതിൽ പറയുന്നത് പൂർണ്ണ പിന്തുണ എന്താണെങ്കിലും കൊടുക്കും, പേര് രേഖപ്പെടുത്തി പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ആരോപണ വിധേയനായ വ്യക്തി അമ്മ മെമ്പർ ആണെങ്കിൽ കൃത്യമായ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് അവരുടെ ഒരു സ്റ്റാൻഡ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ പറഞ്ഞത്. അല്ലാതെ അവരതിനകത്ത് എനിക്ക് തോന്നുന്നു അന്ന് രാത്രി ബ്രേക്ക് ചെയ്തതിൽ ഹൈദരാബാദ് ചാനലിലാണെങ്കിലും AMMAയുടെ ഈ ഒരു അവരുടെ ഒഫീഷ്യലായിട്ട് അവർ പുറത്തുവിട്ട അഡോക് കമ്മിറ്റി പുറത്തുവിട്ടുള്ള അവരുടെ ലെറ്റർ ഹെഡിൽ വന്നിട്ടുള്ള ഒരു സംഗതി, ഇതിനകത്തൊന്നും എവിടെയും ആരുടെയും പേരോ കാര്യങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ല. ഓക്കെ, അവർ ഈ പറഞ്ഞ എന്താ പറയുക, അവർ പുറത്തു വിട്ടു എന്നുള്ള രീതിയിൽ സജി നമ്പ്യാട്ട് പറയുന്നത് ഐ ഡോണ്ട് നോ. എന്നാലും സജി നമ്പ്യാട്ട് തന്നെയാണ് ഈ പറഞ്ഞ സജി നമ്പ്യാട്ടിൻ്റെ വായെന്ന് ഷൈൻ ടോം ചാക്കോ എന്നൊക്കെ രാവിലെ വിളിച്ചു പറഞ്ഞത്. ആ വാർത്ത വന്നപ്പോൾ അത് നമുക്ക് അതിശയമായി തോന്നി. കാരണം ഈ IC-യിൽ 5 മെമ്പർമാരുണ്ട്, അതിൽ 3 സ്ത്രീകളാണ്. ഇങ്ങനൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നും അവിടെ നിന്ന് നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അത് ഉടനെ തന്നെ ഞങ്ങളുടെ ചേംബറിലെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ള വനിതകളുണ്ട്, അതിൽ സജിതാ മഠത്തിൽ എന്നെ വിളിച്ചു. സജിതാ മഠത്തില് ഇങ്ങനൊരു വാർത്ത കണ്ടോന്ന് ചോദിച്ചു. ഞാൻ കണ്ടു. അപ്പോൾ റാണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ മറ്റൊരു മെമ്പറുണ്ട് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ള. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം വിളിക്കുക, ആരെ വിൻസിയെ വിളിക്കുക, എന്താണ് സംഭവം എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പിന്നീട് ഞാൻ സംസാരിച്ചപ്പോൾ വിൻസി പറഞ്ഞു നടന്റെ പേരോ സിനിമയുടെ പേരോ മറ്റു കാര്യങ്ങളോ വെളിയിൽ പറയാൻ പാടില്ല, കാരണം ആ പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റാണ്, വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറിയത്, IC കറക്റ്റ് ആയിരുന്നു, IC എന്നോടൊപ്പം നിന്നു, ഡയറക്ടർ എന്നോടൊപ്പം നിന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പരാതി പറഞ്ഞാൽ എനിക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായും പരാതി നൽകിയാൽ ഞങ്ങളാ രീതിയിൽ ഞങ്ങളത് സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പരാതി ഞങ്ങൾക്ക് മെയിൽ ചെയ്യുന്നത്. മെയിൽ ചെയ്തത് രാത്രിയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-11 മണി കഴിഞ്ഞപ്പോഴാണ് മെയിൽ ചെയ്തതാണ് എൻ്റെ അറിവ്. അപ്പൊ അതിനു മുമ്പ് അമ്മയ്ക്ക് മെയിൽ ചെയ്തിരുന്നു ഈ ഒരു സംഭവം. അമ്മയ്ക്ക് രാവിലെ കൊടുത്തു പത്രങ്ങളിൽ കണ്ടു. അല്ല, അമ്മയ്ക്കാണ് ആദ്യം മെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ അത് വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ സജി നന്ദിയാട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിൻസി ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ വിൻസിക്ക് ഈ കാര്യത്തിൽ സീനുണ്ട് എന്നറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അസോസിയേഷൻസിലും ചേംബറിലും ഒക്കെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അപ്പം ഇനിയിപ്പോൾ നമ്മളല്ലടി എന്നുള്ള സ്കീം പിടിക്കാൻ അയാൾ നോക്കി. എന്താണെങ്കിലും വിൻസി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ സെറ്റിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്ന വേറൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത്ര വലിയ അറിയുന്ന ഭയങ്കരമായുള്ള ആർട്ടിസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ വരാനാണെങ്കിൽ കുറേ പേര് വരാനുണ്ട്. ആ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തവർ അവരാരും വരുന്നില്ല, വരുമില്ല. ബട്ട്
ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ചേട്ടൻ വന്നിട്ട് വിൻസിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ കാര്യവും പരിപാടികളൊക്കെ അവിടെ സെറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ക്ലെയിമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബറിലാണ് ഈ ഷൂട്ട് ആരംഭിച്ചത്. ഈ ഷൂട്ടിംഗ് കാലഘട്ടത്തിൽ ഒരു 25 ദിവസത്തോളം ഞാൻ അവിടെ ഇതിലുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഒരു കുട്ടികൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ നടക്കുക, മൊബൈൽ സെൽഫി എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് മുകളിലേക്ക് ഇടുക. പിന്നെ അവർ സാധാരണ മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങളുടെ പോലെ ഉള്ള കാര്യങ്ങളാണ്. ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരൊറ്റ ഓട്ടമാണ്, ഒരു ലക്കും ലഗാനും ഇല്ലാണ്ട് ഓടുക, എന്നിട്ട് വണ്ടിയിലേക്ക് പോവുക. അങ്ങനെ സാധാരണ ഒരു നടന്മാർ ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പം അന്ന് സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരു സംശയം പോലെ ആൾക്കാർ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിൻസി വന്നു. വിൻസിക്ക് കുറച്ച് ദിവസം ഉണ്ടായുള്ളൂ ആ കുട്ടിക്ക് ഷൂട്ടിങ്. അത് അതിനിടയ്ക്ക് ഈ കുട്ടിയോട് എന്തോ മോശമായിട്ട് ഇയാൾ സംസാരിച്ചു എന്നും അതിൽ ഡയറക്ടറും മറ്റുള്ള അതിൻ്റെ ഈ ഇൻറ്റേർണൽ കമ്മിറ്റിക്കാർ ഇത് ചർച്ച ചെയ്ത് ഈ സിനിമ കാര്യം പറഞ്ഞ് ഇത് ചെയ്തിട്ട് ഈ കുട്ടി ഇതിന് തുടർന്ന് ഷൂട്ടിങ്ങിന് പങ്കെടുക്കുകയും ചെയ്തു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള, അവിടെ സെറ്റിലുള്ള വർക്കേഴ്സ് പറഞ്ഞിട്ടുള്ള അറിയാം. നമ്മൾ പുതിയ ആൾക്കാരാണ്, പുതിയ ആൾക്കാർ കുറേ പേര് ഇതിലുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയാണത്. വിൻസിയുടെ ഒരു ശരീരപ്രകൃതിയൊക്കെ എങ്ങനെയായിരുന്നു ഈ സംഭവം? വിൻസി വളരെ മൂഡ് ഓഫ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഇത്തിരി ആക്റ്റീവായി നിൽക്കുന്നൊരു കുട്ടിയാണല്ലോ. മറ്റുള്ള ആൾക്കാരോട് അധികം ഒന്നും സംസാരിക്കാണ്ട് വളരെ തൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി കാരവാനിൽ മാത്രം ഇരിക്കുന്ന ഒരു ഇതിലായിരുന്നു കണ്ടിരുന്നത്. അപ്പോഴാണ് അങ്ങനെ ഒരു സംസാരം അവിടെ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ചേട്ടനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ചേട്ടൻ ആ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോകുന്നത്. ഇപ്പം ഇങ്ങനെ വിൻസി വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെങ്കിലും സിനിമ കിട്ടില്ല എന്നുള്ളൊരു ഫാക്ടർ അതിനകത്ത് കിടക്കുന്നത് കൊണ്ടും സിനിമാക്കാർക്കെതിരെ തന്നെ പറയുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ ചേട്ടൻ സൈഡാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ സിനിമയിൽ ബാക്കി അഭിനയിച്ച മെയിൻ കാസ്റ്റിലുള്ള കുറേ പേരുണ്ടടി, അവരാരും വായ പോലും തുറക്കുന്നില്ല. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ വിൻസീനെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യം ആ ചേട്ടൻ ചെയ്തതെന്നാണ് എനിക്ക് പേഴ്സണലി ആ ചേട്ടനോട് പറയാനുള്ളത്. ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിൽ അങ്ങനെ ഒരു ചേട്ടൻ സപ്പോർട്ടായിട്ട് വന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൽ എന്തെങ്കിലും ഒരു ഫർദർ പ്രൊസീഡിങ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരുന്നത് വിൻസി പോലീസ് കേസ് കൊടുക്കണം. വിൻസി പോലീസ് കേസ് കൊടുക്കാൻ റെഡിയാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലുള്ള നിയമപരമായിട്ട് പോലീസിൻ്റെ അടുത്തേക്ക് ഒരു പരാതിയുമായി ചെല്ലാനായിട്ടുള്ള പ്ലാൻ എനിക്കില്ല. ആദ്യമേ തന്നെ ഇപ്പം നിങ്ങൾ ആദ്യം പരാമർശിച്ച ഒരു വ്യക്തിയുടെ പേരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെ പോലീസിന് അത്രയും വ്യക്തമായ തെളിവുകൾ കിട്ടിയാൽ അവർക്കൊരു ആക്ഷൻ എടുക്കാനും പിടിക്കാനും ഒരു ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്യാനുള്ള അനുമതി കിട്ടത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും പ്രോപ്പറായിട്ട് വ്യക്തമാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി അത് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മോശമായി പെരുമാറുന്നതെന്നും അതിൻ്റെ ഒരു എഫക്റ്റാണ് മോശമായി പെരുമാറ്റുമെന്നും എനിക്കറിയാം. ഇതിനെല്ലാം ഇനി തെളിവുകളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു നിയമ സംഘടനയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയേഴ്സിലോട്ട് കടന്ന് അതിൻ്റെ പിന്നാലെ പോകാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് നിയമത്തെ ഞാൻ കൂട്ടുപിടിക്കാത്തത്. ഞാനായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ ആരെങ്കിലും ഏത് സംഘടനയായാലും എന്നോട് വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ ചോദിച്ചറിഞ്ഞാൽ ആ സംഘടന എന്നെ സമീപിക്കുന്ന രീതി അത്രയും മൂല്യമുള്ളതാണ് അല്ലെങ്കിൽ വേർത്താണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ എൻ്റെ മൂല്യം നൽകുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി കൊടുക്കില്ല അങ്ങോട്ടെന്ന് പറയുന്നില്ല, അവരായിട്ട് സ്വയം കൊണ്ടുപോയി കൊടുക്കില്ല. ബട്ട് പോലീസോ ഡാൻസ് എഫിന് വരാൻ പറ്റില്ല, ഇവർ എക്സൈസോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് എന്താണ് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരത് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതങ്ങനെ ഒരു വഴിക്ക് പോട്ടെ. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ വിൻസിയുടെ കേസാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു സിനിമ ഇറങ്ങാൻ പോവാണ്, അവരും അഭിനയിച്ച ഈ ഇഷ്യൂ ഉണ്ടായ അതേ സിനിമ തന്നെ ഇവർ ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അത് റിലീസാകാൻ പോകണമെന്നൊക്കെ ഉള്ള സിറ്റുവേഷനിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പോലീസ് കേസ് അത് ഇത് വിഷയങ്ങളൊക്കെ ആകുമ്പോൾ സിനിമയെ അത് മോശമായിട്ട് ബാധിക്കുമോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സിനിമാക്കാർക്ക് പലർക്കും പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തത്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രൊഡ്യൂസർ അടക്കമാണ്, അല്ലെങ്കിൽ അതങ്ങനെ പോകുന്നൊരു സിസ്റ്റമാണ്. സോ ഒരാളുടെ തുറന്നു പറച്ചിൽ കാരണം ചിലപ്പോൾ ഒരു എൻറ്റയർ ഇൻഡസ്ട്രിയിൽ കുറേ പേര് പെട്ടുപോകും. ആ പെട്ടു പോകുന്നത് ആലോചിച്ചിട്ട് പലരും ബാക്ക് ഫുട്ട് പോകും. വിൻസി ഇപ്പോൾ അങ്ങനെ ഒരു ബാക്ക് ഫുട്ട് പോയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ന് ഹസീബ് മലബാർ എന്ന് പറഞ്ഞുള്ളൊരു വ്യക്തി ഈ പറഞ്ഞ ശ്രീനാഥ് ബാസി
ഷൈൻ ടോം ചാക്കോ പറയുമ്പോൾ അവിടെ ശ്രീനാഥ് വാസി വന്നിട്ടാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അയാൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, രാത്രി 3 മണിക്ക് ഫോൺ വിളിച്ചു കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനുമുണ്ട്, പേര് ശ്രീനാഥ് വാസി. അപ്പോൾ അതിനെ തുടർന്ന് കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങേരുണ്ടായിരുന്നില്ല എന്നും വേറൊരാളോട് പറഞ്ഞപ്പോൾ അങ്ങേരെ വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനാഥ് വാസി റിലേറ്റഡ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ പോകുന്നുണ്ട്. ശ്രീനാഥ് വാസി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കുറേ സാധനങ്ങൾ പോകുന്നുണ്ട്. ഇത് വന്നപ്പോൾ അത് ഇങ്ങനത്തെ ഒന്നല്ല, ചിലപ്പോൾ ഇതിലും കൂടുതൽ ഷൈൻ ടോം ചാക്കോ വരുന്നേക്കാൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്താണെങ്കിൽ അതൊരു സൈഡിൽ കൂടി അങ്ങനെ വേറെ പോകുന്നുണ്ട്. അൻസിബ AMMAൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതി പരുത്തിക്കാട് അൻസിബയായിട്ട് സംസാരിക്കുന്ന ഒരു ഫോൺ കോള് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി ഒന്ന് കാണണ്ടേ. AMMA സംഘടന ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരിക്കുന്ന അൻസിബ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അൻസിബ, താരസംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ. ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ? ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്. അമ്മ എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അൻസിബ പറഞ്ഞോളൂ. താരസംഘടന എന്ന് പറഞ്ഞോളൂ. എന്ന് പറഞ്ഞ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ. അത് നിങ്ങളൊരു നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ്. കോടതിയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കോടതിയൊന്നുമല്ല. അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ നീതി തേടി നിങ്ങളെ എത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നിങ്ങൾ എടുക്കുന്ന നടപടി എന്താണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ. അൻസിബ എന്ന വ്യക്തി ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ഈ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബയെ വിളിച്ചത്? താല്പര്യമില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ. അത്തരം വാശികളൊന്നും വേണ്ട. AMMA എന്ന സംഘടന AMMA എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കുള്ളൂ നിലവിലെ രീതി. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അവിടെ അൻസിബയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, കാരണം ഞാനിപ്പോൾ നമുക്ക് ഒരു അസോസിയേഷനും കാര്യമൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തെങ്കിലും കാര്യം അസോസിയേഷൻ്റെ ഭാഗമായിട്ട് പറയണം. ഇതിപ്പോൾ അഡോപ്റ്റ് കമ്മിറ്റിയാണുള്ളത്, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഡിസ്മാൻഡിൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ എന്തെങ്കിലും ഒരു നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അസോസിയേഷൻ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്ഥാനത്തിരുന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ക്ലാരിറ്റി ഉള്ളൊരു തീരുമാനം ആ അസോസിയേഷൻ എടുക്കണം ആദ്യം. ഓക്കെ, അല്ലാതെ നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് ഒരിക്കലും അസോസിയേഷൻ എൻഡോസ് ചെയ്യില്ല. അസോസിയേഷനിൽ എടുത്ത ഒരു തീരുമാനത്തെ നമുക്ക് എൻഡോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് പബ്ലിക്കിൽ വന്നിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് പറയാം അസോസിയേഷൻ. എനിക്ക് തോന്നുന്നത് AMMA അസോസിയേഷൻ പെർട്ടിക്കുലർ ലഹരിക്കെതിരെ എന്തെങ്കിലും തീരുമാനം എടുത്തു കാണും. പെർട്ടിക്കുലർ വ്യക്തിക്കെതിരെയോ ഈ ഇൻസിഡൻറ്റിലോ ഒരു തീരുമാനവും അവർ മീറ്റിംഗ് കൂടി കാണില്ല, അവർ തീരുമാനങ്ങൾ എടുത്ത് കാണില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അൻസിബയ്ക്ക് ഇതേ പറയാൻ പറ്റും. AMMA അസോസിയേഷൻ്റെ ഭാഗമായിട്ട് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണ്ട. പക്ഷേ അവിടെ വേറെ കാര്യമുണ്ട്. AMMA അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ക്ക് വേണ്ടി സംസാരിക്കാനാണെന്നുള്ളത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്നല്ലെങ്കിൽ വേറെ ഏത് ചാനൽ എന്നാണെങ്കിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇന്ന കാര്യത്തിന് സംസാരിക്കാനാണ് വിളിക്കുന്നത്, ഞാൻ ലൈന് കണക്ട് ചെയ്യുന്നുണ്ടെന്നേ പറയൂ. അപ്പം തന്നെ പറയാമായിരുന്നു എന്ത്, എന്നെ അൻസിബ എന്നുള്ള രീതിക്കാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. AMMAയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾ വിളിക്കുകയാണെന്ന് അപ്പം പറയാം. അതപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ കണക്ട് ചെയ്തത്. സോ വാട്ട് എവർ. പിന്നെ ഈ A.M.M.A തന്നെയല്ലേ, AMMA തന്നെയല്ലേ, അത് AMMA തന്നെയല്ലേ പറയേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഇതിന് ചിലരെ താല്പര്യം, ഇപ്പം നിങ്ങൾ പലരും അമ്മ എന്ന് പറയുന്നു, നമ്മളൊക്കെ തുടക്കത്തിൽ അമ്മ എന്നാണ് പറഞ്ഞത്. നോട്ട് എനിമോർ എന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അമ്മ എന്ന് പറയാൻ പേഴ്സണലി എനിക്ക് പറ്റില്ല. ബിക്കോസ് കുറേയധികം എന്താ പറയുക, അങ്ങനെയാണ് എനിക്കത് പേഴ്സണലി താല്പര്യമില്ല. AMMA A.M.M.A എന്നുള്ളത് ഈ ഡോട്ട് നടുള്ളതുകൊണ്ട് AMMA എന്ന് സെപ്പറേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അമ്മ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സീനാന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊന്നും പറയാനില്ല. ഓക്കെ, എന്താണെങ്കിൽ അൻസിബ അങ്ങനെ വന്നിട്ടൊരു വഴിക്ക് നല്ല എന്താ പറയുക ബുക്ക് മേടിച്ച് ട്രോളും മേടിച്ച് പോയിട്ടുണ്ട് ഒരു വഴിക്ക്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഒരു സംഘടനയാകുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള സമയത്ത് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ക്ലാരിറ്റി സംഘടനാപരമായിട്ട് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ഡോണ്ട് എക്സ്പോസ് ടു സോഷ്യൽ മീഡിയ. അത് വീണ്ടും ഇപ്പം ഇങ്ങനെ വന്നിട്ട് തന്നെ അന്യായ ട്രോളായിരിക്കുന്ന ആളുകൾ. അപ്പോൾ എന്താണെങ്കിലും അതൊരു വഴിക്ക് അൻസിബ ആ വഴിക്ക് പോയി. അൻസിബയേക്കാൾ കൂടുതൽ എൻ്റെ കൺസേൺ വന്ന് മാലാ പാർവതിയിലേക്ക്.
മൂവി വേൾഡ് മീഡിയ മേ ബി ഇത് പണ്ടെടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് എടുത്തൊരു ഇൻ്റർവ്യൂ അവരിപ്പോൾ പോസ്റ്റ് ചെയ്തതായിരിക്കാം. എനിക്ക് തോന്നുന്നില്ല അത് ഇന്ന് തന്നെ എടുത്തവർ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണെന്നുള്ളത്. മലയാള ഇൻ്റർവ്യൂവിനകത്ത് ഇവർ പറയുന്നുണ്ട് ഈ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ അല്ലെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ അതവർ ഇത്രത്തോളം ഭയങ്കരമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, അതൊക്കെ വളരെ സില്ലിയായിട്ട് എടുക്കേണ്ട കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സാധനം കണ്ടിട്ട് തന്നെ ഒരു സ്ത്രീയാണോ വേറെ സ്ത്രീക്ക് പാരാന്നുള്ള സംഗതിയാണ് എനിക്ക് മനസ്സിൽ പോകുന്നത്. സിനിമയിലും ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാളാരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റത്തില്ല. കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുവോ, വരുമോ, എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. പ്രതികരിക്കാതെ അവസാനിപ്പിക്കാൻ പ്രതികരിക്കുന്നതിന് ഒരു കളി തമാശയായിട്ടും വഴക്കല്ലാതെ അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഈ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കണം. എന്താടോ എന്ന് ചോദിക്കുക, അത് ചോദിച്ച് അല്ലെങ്കിൽ തമാശപരമായി വെറുതെ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അയ്യോ ഞാൻ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ജോലി എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യാണെന്നുള്ള മോഡിലോട്ട് നമ്മൾ പോകും. ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവരെ തോപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇനിയൊട്ടും ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ശരിയായതിന് ശേഷം നമ്മൾ വന്ന് ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. എന്താ പറയുന്നത്? ഇവരെ കൊണ്ട് ചിലപ്പോൾ അത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇനി ഇവർ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഡ്രസ്സിൻ്റെ കേസ് എനിക്കറിയില്ല. ഇത് ആ ഒരു ഇൻസിഡൻ്റാണ്, വിൻസി പറഞ്ഞ ഇൻസിഡൻറ്റിനെ തന്നെയാണോ അവർ കോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു ചർച്ച ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഐ ഡൗട്ട് സോ. ഓക്കെ, ബിക്കോസ് കറക്റ്റ് ആ ഒരു സാധനം അവർ പറയുന്നു. ഇപ്പം അങ്ങനെ തന്നെയാണ് വിൻസിക്ക് ഇപ്പോൾ അതൊരു ട്രോമയാണ്. ഓക്കെ, ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇപ്പോൾ വിൻസിയുടെ ഇൻസിഡൻറ്റ് എടുത്ത് നോക്കാം. ഡ്രസ്സ് ഇങ്ങനെ മാറിക്കിടക്കുമ്പോൾ അത് ഒന്ന് റെഡിയാക്കാൻ പോകുമ്പോൾ ബാക്കിൽ വേറൊരു പുരുഷൻ വരുന്ന സമയത്ത് എടാ എന്ന് സ്ത്രീ പറഞ്ഞാൽ നടക്കുമോ? ഇവർ എന്ത് ഈ പറയുന്നത്? മാലാപാർവതിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വന്നിരുന്ന് വൻ ഡയലോഗ് അടിക്കുന്ന ടീമാണ് സ്ത്രീക്ക് വേണ്ടി, സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് സ്ത്രീ സംരക്ഷണം. ചിലപ്പോൾ മാലാപാർവതിക്ക് ആ പട അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും മാലാപാർവതിനെ കയറി പിടിച്ചാലും ഒന്ന് പട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാലാപാർവതി തട്ടിക്കളയുമായിരിക്കും. ഇനി ഒന്ന് പിടിച്ച് ഇറുക്കിയാലും അതൊന്ന് പേട എന്ന് പറയുമായിരിക്കും ചിലപ്പോൾ. അല്ല എന്ന് പറയണ ഈ മുതലിനോടൊക്കെ അയ്യോ അതിനും വലിയ ഉദാഹരണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറി വരികയാണ്, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക, നമ്മൾ വളരെ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുക, നമ്മളെല്ലാ ഭാഗവും നോക്കി ക്ലിയർ ആയിട്ട് ക്രോസ് ചെയ്തുകൊണ്ട് പോകും. ലോറിക്കാരന് ഒരു ലെക്കും ലഗാനും ഇല്ല, അന്തം വിട്ട വരവ്, ഇല്ലെങ്കിൽ കള്ളു കുടിച്ചോ ലഹരി അടിച്ചോ വരുന്ന ഒരു ലോറിക്കാരൻ. അങ്ങനെ പാമ്പും അതിൽ വരുന്നിടത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ ഇടിച്ചിട്ട് പോയാൽ പട പറഞ്ഞാൽ ശരിയാവോ മാലാപാർവതി? ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഈ പറയുന്ന ലോജിക്ക്, ലോറി ലോജിക്ക് എനിക്ക് ഒട്ടും കണക്റ്റ് ആവുന്നില്ല. ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ ലോറി, മിൻസി എന്ന് പറഞ്ഞാൽ അവർ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ എടുക്കുക. ഇത് ലോറി ഇങ്ങനെ റോട്ടിൽ കൂടി അല്ല പോയേ, ഇടിച്ച് കയറി മറ്റേ സൈഡിൽ കൂടി പോയിട്ടാണ് ഇടിച്ച് കയറുന്നത് ഒരാളെ ദേഹത്തേക്ക്. എന്തെന്നായി ഇവരൊന്നും പറയാനില്ല. ഇവരൊക്കെ ഇങ്ങനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ആയിട്ട് പോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ? അല്ലാതെ കാലാകാലത്തൊക്കെ തന്നെ ഇവർക്കൊക്കെ നടക്കും. എന്താണെങ്കിലും ഇതൊന്നും
പ്രത്യേകിച്ച് അവിടെ എത്തും എന്നുള്ളൊരു ഹോപ്പൊന്നും എനിക്കില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പരിപാടികളൊക്കെ ഒന്ന് നിർത്തി തീർന്ന് ഒന്ന് സെറ്റിൽ ഡൗൺ ആവും. അത് കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോൻ്റെ വഴിക്കും, വിൻസിൻ്റെ വഴിക്കും പോകും. ഓക്കെ, കുറേ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി വിൻസിനെ സൈഡാക്കിയിട്ട് അതൊരു വഴിക്ക് പോകും. ഷൈൻ ടോം ചാക്കോ വീണ്ടും അഭിനയിക്കേണ്ടതൊന്നും പറയുന്നില്ല, അയാൾ നല്ല നടനൊക്കെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ എന്താ പറയുക, ആസ് യൂഷ്വൽ തിങ്സ് ഇങ്ങനെ ഒരു കേസ് വരും, ആ കേസ് പോവും, വീണ്ടും ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്ലെയിമായിട്ട് വരും, അതും പോവും. അങ്ങനത്തെ സംഗതികളൊക്കെ കാണുന്ന സമയത്ത് എന്ത് നിയമം, എന്ത് നീതി, എന്ത് നാട് എന്നുള്ളത് ചിന്തിച്ചു പോവാണ്. ഇതാണെങ്കിൽ കൊള്ളാം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.